നമസ്കാരം. സംസ്ഥാനത്തെ പോക്സോ കേസുകളിൽ 71% പ്രതികളും കുട്ടികളുടെ പരിചിതരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിക്രമത്തിനിരയായ 2666 കുട്ടികൾ 15നും 18നും ഇടയിൽപ്പെട്ടവരാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അതിജീവിതരുടെ വീട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ, അധ്യാപകർ, അയൽക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവരിൽ നിന്നാണ് ഭൂരിഭാഗം കുട്ടികളും അതിക്രമം നേരിടുന്നത്. സ്കൂളുകളിലും ആശുപത്രികളിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിലും സുഹൃത്തുക്കളുടെ വീടുകളിലും കുട്ടികൾ അതിക്രമത്തിന് ഇരയായി. 2024 4607 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ 2025 4765 ഉയർന്നു. പ്രതികളിൽ ഭൂരിഭാഗവും 19നും 30നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇതിൽ 4771 പുരുഷന്മാരും 168 സ്ത്രീകളുമുണ്ട്. അതിജീവിതരിൽ 4167 പേർ പെൺകുട്ടികളും 618 പേർ ആൺകുട്ടികളുമാണ്. ഇവരിൽ 154 ഭിന്നശേഷിക്കാരുമുണ്ട്. സ്കൂളിലടക്കമുള്ള ബോധവൽക്കരണമാണ് റിപ്പോർട്ട് ചെയ്യുന്ന അതിക്രമങ്ങളുടെ എണ്ണത്തിലെ വർധനയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. എന്നാൽ വെളിച്ചം കാണാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന എത്രയെത്ര കേസുകൾ ഇനിയും ഉണ്ടാകാമെന്ന ചിന്ത പോലും അതീവ ഭീതിജനകമാണ്. കേസുകൾ കൂടുന്നത് കുട്ടികൾ പ്രതികരിച്ചു തുടങ്ങിയതിന്റെ തെളിവാണ്. എങ്കിലും വേട്ടക്കാർ സ്വന്തം വീട്ടിൽ തന്നെയുണ്ടെന്ന സത്യം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഈ സാഹചര്യത്തിൽ ഈ പ്രവണതയെ തടയുന്നതിനായി അടിയന്തരമായി നടപ്പിലാക്കേണ്ട ചില പരിഹാര മാർഗങ്ങളുണ്ട്. ഒന്നാമതായി, ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് പഴുതടച്ചതും കടുത്തതുമായ ശിക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ അന്തിമ വിധി വരുന്നത് വരെയുള്ള നിയമ നടപടികൾ അതിവേഗത്തിലാക്കാൻ പ്രത്യേക കോടതികളുടെയും അന്വേഷണ സംഘങ്ങളുടെയും പ്രവർത്തനം ഊർജിതമാക്കണം. രണ്ടാമതായി, മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളോട് കൂടുതൽ സൗഹൃദപരമായി പെരുമാറുകയും അവരുടെ പെരുമാറ്റത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ശ്രദ്ധിക്കുകയും വേണം. കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തോടെ കേൾക്കാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള സുരക്ഷിതമായ സാഹചര്യം വീട്ടിൽ ഒരുക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. വീടിനുള്ളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന വസ്തുത കണക്കിലെടുത്ത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് തിരിച്ചറിയാനും മോശാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ മുതിർന്നവരോട് പങ്കുവെക്കാനും കുട്ടികളെ ചെറുപ്പത്തിലെ പ്രാപ്തരാക്കുന്ന ലൈഫ് സ്കിൽ ട്രെയിനിങ് സ്കൂളുകളിലും വീടുകളിലും നിർബന്ധമാക്കണം. കൂടാതെ സ്കൂളുകൾ, ഹോസ്റ്റലുകൾ, ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തുകയും കൗൺസിലിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണം. ഭൂരിഭാഗം കേസുകളിലും പ്രതികൾ കുട്ടികൾക്ക് പരിചിതരായ ആളുകളായതുകൊണ്ട് കുട്ടികളുടെ അടുപ്പക്കാരുടെ പെരുമാറ്റങ്ങളിൽ സമൂഹം വലിയ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അപരിചിതരെയല്ല, മറിച്ച് പരിചിതരെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് തിരിച്ചറിയണം. അതിജീവിതരായ കുട്ടികൾക്ക് ആവശ്യമായ മാനസികവും നിയമപരവുമായ പിന്തുണ കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പഞ്ചായത്ത് തലത്തിൽ കൗൺസിലിംഗ് സെന്ററുകൾ ശക്തിപ്പെടുത്തണം. കേവലം കേസുകളുടെ എണ്ണം കുറയ്ക്കുകയല്ല, മറിച്ച് നമ്മുടെ കുട്ടികൾക്ക് തികച്ചും സുരക്ഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടേണ്ടത്. ബോധവൽക്കരണവും കർശനമായ നിയമ നടപടികളും ഒരേ സമയം നടപ്പിലാകുമ്പോൾ മാത്രമേ ഇത്തരം സാമൂഹിക തിന്മകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കട്ടെ.